പത്മജ വേണുഗോപാലിന് ജനമനസ്സിൽ ഒറ്റ വിലാസമേയുള്ളൂ. കെ കരുണാകരൻ്റെ മകൾ, രാഷ്ട്രീയ ചാണക്യൻ്റെ പുത്രി. കേരള രാഷ്ട്രീയത്തിൽ പത്മജയുടെ അസ്തിത്വം ഇതുമാത്രമാണ്. ഈ പിൻബലത്തിലാണ് അവർ ലോക്സഭയിലും നിയമസഭയിലും മത്സരിച്ചതും. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. എന്നാൽ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ നിർത്തി തോൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പത്മജയുടെ പരാതി. അതിന് കെ മുരളീധരൻ്റെ മറുപടി ഇങ്ങനെ: 1999 അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1.5 ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു. 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു. ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ KTDC ചെയർപേഴ്സൺ, വീണ്ടും തോറ്റപ്പോഴൊക്കെ കോൺഗ്രസിൽ സംഘടനാ പദവികളിൽ സ്ഥാനം, ഒടുവിൽ സമ്മർദ്ദത്തിന്റെ ഫലമായി രാഷ്ട്രീയകാര്യ സമിതിയിലുമെത്തി. കെ കരുണാകരനും കെ മുരളീധരനും കോൺഗ്രസ് വിട്ടപ്പോൾ പാർട്ടിക്കകത്ത് ഉറച്ചു നിന്നു പത്മജ. അതല്ലാതെ അവർ കോൺഗ്രസ് നൽകിയ സംഭാവന എന്ത്? ഒന്നുമില്ല. ഒടുവിൽ പത്മജ കാലുമാറുമ്പോൾ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് ഒറ്റ വാക്കിലാണ്: ചതി. അച്ഛൻ്റെ തട്ടകത്തിൽ അച്ഛൻ്റെ പാർട്ടിക്കെതിരെ പത്മജയുടെ പടയൊരുക്കം എത്രത്തോളം? മുരളീധരൻ പറഞ്ഞതുപോലെ കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കിട്ടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.